ഭരതേട്ടനെ പറ്റിയുള്ള ഓർമ്മകൾ നമ്മൾ പുതുക്കേണ്ട കാര്യമില്ല. കാരണം ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ വിട്ടുപോയെങ്കിലാണല്ലോ നമ്മൾ പുതുക്കേണ്ടി വരികയല്ലേ. അപ്പോൾ ഭരതേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നും ഉണ്ടാവും. എന്നാലും നിത്യനൂതനമാണ്. അതെ. എന്നാലും സാറിൻ്റെ ഒരു ഓർമ്മ, ഒരു തുടക്കം എങ്ങനെയാണ് ഭരതേട്ടനെ കാണുന്നത്, അല്ലെങ്കിൽ ഭരതേട്ടനായിട്ട് അടുപ്പം? ആദ്യമായി കാണുന്നത് ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ തോപ്പിൽ ഭാസിയാശാൻ്റെ ഒരു സിനിമയ്ക്ക് യുദ്ധകാണ്ഡം കൊല്ലത്ത് വെച്ച്. അപ്പോൾ അന്ന് അദ്ദേഹം സിനിമ സംവിധായകനായിട്ടുണ്ട് എങ്കിലും നമ്മുടെ ഭാസിയാശാനുമായിട്ടുള്ള അടുപ്പം കൊണ്ട് അതിലെ ഒരു നൃത്തരംഗത്തിന് കലാസംവിധാനം ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് വന്നതാണ്. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ എൻ്റെ ഒരു സിനിമയ്ക്ക് വന്ന് ഇതുപോലെ പാട്ടെഴുതി തരുമെന്ന് ചോദിച്ചു. യുദ്ധകാണ്ഡത്തിന് ഞാൻ ആ പാട്ടെഴുതില്ല. ഞാൻ പറഞ്ഞു പിന്നെന്താ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഒരു പടത്തിന് പാട്ടെഴുതാനായിട്ട് വിളിച്ചു. അതിൻ്റെ പേരെന്താണ് പറഞ്ഞത്, ഇത്തിരി പൂ വേയിച്ചു വന്ന പൂവേ. അതിനാണോ ആദ്യമെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. രവീന്ദ്രനായിരുന്നു സംഗീതം. 2 പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ പടം അത്ര വലിയ ഹിറ്റായില്ലെങ്കിൽ പോലും ആ പാട്ടുകൾ രണ്ടും വളരെ നന്നായി വന്നു. അത് വിശേഷിച്ച് ഓമനത്തിങ്കൾ പാടി പാടി ഞാൻ നിന്നെ ഉറക്കാം എന്നൊരു ലല്ലബി ഉണ്ടായിരുന്നു, ഒരു താരാട്ടുണ്ടായിരുന്നു. അത് പിന്നീട് കാണുമ്പോഴെല്ലാം ഭരതനിങ്ങനെ മൂളും. ഈ പാട്ടിനോടുള്ള ഇഷ്ടം പറഞ്ഞാലറിയിക്കാത്തതാണ്. എന്നിട്ട് ഒരു 100 തവണയെങ്കിലും എൻ്റെ സാന്നിധ്യത്തിൽ മാരിവില്ലിൻ തേന്മലരെ ഇത് പാടുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ മുഴുകിക്കിടക്കുന്നൊരു പാട്ടാണതെന്ന്. അത് പാസി ഉണ്ടെങ്കിൽ പാസി എന്ന് നോക്കും. അപ്പോൾ ഈ മാരിവില്ലിൻ തേന്മലരെ, അപ്പോൾ ഞാൻ പറഞ്ഞു അതുപോലൊരു പാട്ട് എഴുതിയാൽ ഇന്ന് സിനിമയിൽ നിൽക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. അത് ചേട്ടൻ പറയുന്നത് ശരിയാണ്. എന്നാലും ആ പാട്ട് എന്ന് പറഞ്ഞ് വൈശാലിയുടെ 100-ാം ദിവസം ആഘോഷിച്ചു എറണാകുളത്ത് വെച്ചിട്ട്. അന്ന് പ്രേം നസീറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഭരതൻ ഒരു പാട്ട് പാടണമെന്ന് എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ പാടിയത് മാരിവില്ലിൻ തേന്മലരെ, വൈശാലിയുടെ പാട്ടല്ലേ. ഓർമ്മയുണ്ടോ? ലളിതയുണ്ടോ? മാരിവില്ലിൻ തേന്മലരെ കണ്ണു അടച്ചിരുന്ന് അങ്ങ് പാടി. അമേരിക്കയിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഈ പാട്ട് പാടിയിട്ടുണ്ട്. സ്റ്റേജിൽ ഈ മാരിവില്ലിൻ തേന്മലരെ പാടിയായിരുന്നു. പിന്നെ അങ്ങനെ പാട്ടുണ്ടാക്കാൻ കുറച്ച് സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-5 സിനിമയ്ക്ക് പാട്ടുണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ അതൊക്കെ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ നവീകരിക്കേണ്ട ആവശ്യമില്ല. മരണം വരെയും നമ്മുടെ മനസ്സിൽ എന്നും പച്ചയായിട്ടിരിക്കുന്ന ഓർമ്മകളാണ്. അതിൽ ഈ പറഞ്ഞ ഒരു സംഭവം, അത് ജോൺസൺ ആയിരുന്നു മ്യൂസിക് ഡയറക്ടർ. പൂ വേണം പൂപ്പള വേണം, എന്താ എൻ്റെ പേര്, മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം. ഈ പൂ വേണം പൂപ്പള വേണം എന്നുള്ളത് അതിങ്ങനെ മൂളി ന്യൂ ലെൻസിൻ്റെ ഒരു നല്ല ഒരു മുറിയിൽ അവിടെ ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക, അതൊരു അതുവഴി ഇതുവഴിയൊക്കെ പോകുന്നവരെ അടുത്ത മുറിയിലുള്ളവരെയും ഒക്കെ തന്നെ ആകർഷിക്കുന്ന തരത്തിൽ അതങ്ങ് പാടി തുടങ്ങി. ഭരതേട്ടൻ തന്നെ പാടുകയാണ്. അതെ, ജോൺസനും എല്ലാം കൂടി അങ്ങ് പാടുകയാണ്. അപ്പോൾ പൂ വേണം പൂപ്പട വേണം. അപ്പോൾ അതിനകത്ത് അതെ, അപ്പോൾ കഥയിൽ അതൊരു കുഞ്ഞിപ്പെങ്ങളിന് വേണ്ടിയുള്ളൊരു പാട്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, ചേട്ടാ ക്ഷമിക്കണം, കുഞ്ഞിപ്പെങ്ങൾ വയ്യ, കുഞ്ഞിപ്പെങ്ങളല്ല, കഥ മാറിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ പറയാം അതിനെന്താ, നമുക്ക് ചേട്ടൻ പോകുന്നു. അതെ, രണ്ടാമത് വിളിച്ചു വരുത്തിയതാണ്. ഇല്ല, വിളിച്ചു വരുത്തിയില്ല, ഫോണിൽ കൂടെ പറഞ്ഞു. ഈ കുഞ്ഞിപ്പെങ്ങളത് മാറ്റാനൊരു പ്രയാസമില്ല. കുഞ്ഞിപ്പെങ്ങൾ മാറ്റിയിട്ട് പിന്നെ എന്താ വെച്ചത് ജോൺസൺ അറിയാം. ഇത് വേറെന്തോ അത് പിന്നീട് അതിൽ ഭരതന് വളരെ ഇഷ്ടമായൊരു സംഗതി, ഈ ഭരതൻ്റെ ജീവിച്ച ആ പ്രദേശത്തുള്ള, അപ്പോൾ എൻ്റെ ഭാര്യ വീടും അതിനടുത്താണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു മുത്തിയും ചോഴിയുണ്ട് എന്നൊരു കളിയുണ്ട്, ഒരു നാടൻ കളി. അപ്പോൾ ഇതിനകത്ത് ആ മുത്തിയും ചോഴിയും കളിയുടെ ഒരു പരാമർശമുണ്ട് അതെ, ഈ പാട്ടിലുണ്ട്. മുത്തി എന്ന് പറയുന്ന മുത്തശ്ശി ഓണത്തിന് എല്ലാ വീട്ടിലും വരും. വന്നിട്ട് വെറ്റില ചോദിക്കും, പുകയില ചോദിക്കും, അത് ചോദിക്കും. ഈ ചോഴി എന്ന് പറയുന്നത് കാലനാണ്. ഇവരെ കൊണ്ടുപോകേണ്ട സമയം അതിക്രമിച്ചു. അപ്പോൾ ഇവരുടെ കൈക്കും കാലിനും ഒക്കെ പിടിക്കും. ഉടനെ ചുമ്മാരികള എന്ന് പറഞ്ഞാൽ ഇത് കാലനാണെന്ന് തിരിച്ചറിയുന്നില്ല. ഇല്ല, ജീവിത രതിയുടെ ഒരു മൂർത്തിമത് ഭാവമാണ് ഈ മുത്തി. അത് പക്ഷേ ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. വടക്കാഞ്ചേരി, പിന്നെ തലപ്പള്ളി താലൂക്കിൻ്റെ ആ ഭാഗത്തൊക്കെ ഉള്ളൂ.
അതിൻ്റെ 2 റെഫറൻസ് വെച്ചപ്പോൾ അങ്ങ് എക്സ്റ്റാക്റ്റിക്കായിട്ട് അയ്യോ ഇതെങ്ങനെ പറ്റി ചേട്ടൻ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറയും എനിക്കറിയില്ലേ, ഞാൻ ദേശം നിർത്തുന്നല്ലേ വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ നമുക്ക് ഈ പാട്ടുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ഈ മ്യൂസിക് ഡയറക്ടറും എല്ലാം കൂടി ചേർന്ന് ഒരു ആഹ്ലാദകരമായ ഒരനുഭവം ആ ചേരുവയിലുണ്ടാകും. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു പുഴ വേറൊരു പുഴയിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേൾപൂൾ മാതിരി ഉണ്ടല്ലോ, അതുപോലെ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു സന്ദർഭമായത്. വൈശാലിക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി എന്ന് പറഞ്ഞ് എഴുതി. അതങ്ങോട്ട് നമ്മുടെ രവി അങ്ങോട്ട് അയാളിങ്ങനെ ഹാർമോണിയം വെച്ചിട്ട് ഞാൻ കണ്ണു അടച്ചിരുന്ന് ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി അങ്ങോട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എന്നെ മുറിയുടെ വെളിയിലോട്ട് വന്നു. മുറിയിൽ നിന്ന് വെളിയിലോട്ട് വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ചു. എൻ്റെ അടുത്ത് അധികം സ്വാതന്ത്ര്യം എടുക്കാറില്ല, കാരണം ഒരു ചേട്ടനായിട്ട് പലതും ഇല്ലാതായി കഴിഞ്ഞു. ഇപ്പോൾ മരിച്ചു കഴിയും ഇപ്പോഴും ഒരു ദുഃഖമുള്ള കുറിപ്പേട്ടാന്നൊരു വിളിയുണ്ട്. അത് നമുക്ക് വേറെ ആരൊന്നും കിട്ടിയിട്ടില്ല. അല്ല കുറിപ്പേട്ട എന്നുള്ള വിളി കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു ഈ അതിൻ്റെ ഉള്ളിലെന്തോ ഒന്നുണ്ടല്ലോ, അത് പിന്നെ വലിയ അത് മിസ് ചെയ്യുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ മിസ് ചെയ്യുന്നത് ആ വിളിയാണ്, ഭരതനിലെന്ന് പറയുന്നത്. പിന്നെ ഭരതൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരെല്ലാം എനിക്കും ഏറ്റവും അടുത്ത ആൾക്കാരാണ്. PN ആയാലും ശരി, ഭാസിയാസനായാലും ശരി, അതുപോലെ തന്നെ ലളിത ആയാലും ശരി, ഞങ്ങളെല്ലാം ഒരു കുടുംബത്തിലെ പോലെ കഴിഞ്ഞവരാണ്. ഇത്തരം ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഉണ്ടല്ലോ, കുട്ടികളെ പോലെ തന്നെ ആഹ്ലാദം പ്രകടിപ്പിക്കും. അതുപോലെ ജോൺ പോളുമായിട്ടൊന്നിച്ചിരുന്ന് പാട്ടുണ്ടാക്കിയ അവസരങ്ങളുണ്ട്. അതിൽ ഈ മിന്നാമിനിങ്ങിൻ്റെ നുറങ്ങോട്ടം തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഈ എഴുതി കൊടുത്തിട്ട് ട്യൂൺ ചെയ്തതാണ്. അപ്പോൾ ഈ അധികമാരും ഈ സിനിമാ പാട്ടിൽ ഉപയോഗിക്കാത്ത ഒരു താളത്തിലാണ് തകതിമി, അധികം ഉപയോഗിക്കില്ല. പിന്നെ നമ്മുടെ MBS പറയും ഈ ഒട്ടകത്തിൻ്റെ കാൽവെപ്പ് പോലുള്ളൊരു താളം ഈ തകതിമി മിശ്രം. അപ്പോൾ കുതിരക്കുളമ്പടിയുടെ താളം പോലെ അല്ല, അത് ദ്രുതഗതിയാണ്. അതെ, അതിപ്പോൾ നമ്മളുടെ പല നാടകങ്ങളുടെയും ഈ കോറസ് എന്നും പറഞ്ഞ് അവതരണ ഗാനം എന്ന് പറഞ്ഞ് വരുമല്ലോ. ദേവരാജൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു എരപ്പ്, അതിന് കുതിരക്കുളമ്പടി. അതെ, കുതിരക്കുളമ്പടി. അതല്ല, ഇത് ഇങ്ങനെ ഒരു ഇതാണ് മെല്ലെ മെല്ലെ എന്ന് പറയുന്ന പാട്ട്. ആ താളമൊക്കെ ഭരതന് വളരെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ എത്ര തവണയാണ് അത് പാടി കേൾപ്പിക്കുക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരാൾ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നു. ഹി റിയലി ഇൻസ്പയർഡ് മീ. ഈ പേന എടുക്കുമ്പോൾ, ഈ സിനിമയ്ക്ക് പാട്ട് എഴുതാനായിട്ട് നമ്മൾ പേന എടുക്കുമ്പോൾ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പ്രസൻസ്, ഹിസ് വെരി പ്രസൻസ് വാസ് ഇൻസ്പയറിങ് വെൻ യു സ്റ്റാർട്ട് റൈറ്റിംഗ്. അതാണ് എനിക്ക് ഏറ്റവും അതൊരു അപൂർവ അനുഭവമാണ്, എല്ലാവരിൽ നിന്നും കിട്ടില്ല. പിന്നെ ഈ ജോൺ പോളിനെ പോലെയുള്ള വളരെയധികം സഹൃദയത്വമുള്ള ചില ആളുകൾ, ജോൺസനെ പോലെ വളരെയധികം നമുക്ക് ഇണങ്ങി പോകാൻ കഴിയുന്ന ആളുകൾ, ഭരതൻ, ഇതൊക്കെ കൂടെ ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം നഷ്ടപ്പെട്ടു പോയില്ല എന്നാലോചിക്കുകയാണ്. പിന്നെ അതുപോലെ ഇനി ഉണ്ടാവില്ല. പക്ഷേ പിന്നെ വേറൊന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയതിനോർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഫലമായി വന്ന പാട്ടുകളും സിനിമകളുമൊക്കെ മനുഷ്യരുടെ മനസ്സിലും ഇപ്പോഴും ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴും ഭരതനെ ഓർക്കുന്നത്.